ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ അവതരിപ്പിച്ചേക്കില്ല എന്ന വാർത്തയാണ് വരുന്നത്. ലോക്സഭാ നടപടികളുടെ പുതുക്കിയ പട്ടികയിൽ നിന്ന് ബിൽ അവതരണം ഒഴിവാക്കിയിട്ടുണ്ട്. ധനകാര്യ ബിസിനസ് പൂർത്തിയാകുന്നതുവരെ ബിൽ അവതരണം മാറ്റിയെന്നാണ് സൂചന. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് കരട് വരുമ്പോൾ അത് ഉടൻ തന്നെ അവതരിപ്പിക്കുമെന്നൊക്കെയായിരുന്നല്ലോ കേട്ടിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സുജയ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ തന്നെ പാർലമെന്റിൽ എത്തിക്കും എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അർജുൻ റാം മേഘ്വാൾ നാളെ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കും എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ലോക്സഭയുടെ പുതുക്കിയ ബിസിനസ് പ്രകാരം പുതുക്കിയ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ഈ അജണ്ട ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പകരം ഈ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ധനകാര്യവുമായി ബന്ധപ്പെട്ട അജണ്ടകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ ഈ ബില്ല് വരികയുള്ളൂ എന്നാണ് ഒരു വിശദീകരണമായി ചില വൃത്തങ്ങളിൽ ഇപ്പോൾ സൂചനകൾ വരുന്നത്. പക്ഷേ അതേസമയം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ഇത് ലോക്സഭയിൽ ആവശ്യമാണ്. പക്ഷേ ആ ഭൂരിപക്ഷം നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ഇല്ല. 362 അംഗങ്ങളുടെ പിന്തുണയാണ് ആവശ്യമുള്ളത്. പക്ഷേ 297 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ ബില്ല് ലോക്സഭ കടക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ ബില്ലിന്റെ അവതരണം മാറ്റിയത് എന്ന ചില സംശയങ്ങൾ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും ഉയരുന്നുണ്ട്. നിലവിൽ ബില്ലിന്റെ അവതരണം ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. പക്ഷേ അപ്പോഴും സപ്ലിമെന്ററി ലിസ്റ്റ് ഓഫ് ബിസിനസ് ആയി വേണമെങ്കിൽ സർക്കാരിന് ഈ ബില്ല് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും സർക്കാർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്താണെങ്കിലും ലോക്സഭ പുറത്തുവിടുന്ന നാളത്തെ അവരുടെ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ നാളത്തെ അജണ്ടകളിൽ എന്താണെങ്കിലും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിൽ നമുക്ക് ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്.